ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാരേജ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായി. ആളിൻ്റെ കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തപ്പോൾ സെയിം ക്ലാസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓൺ ദ വേ ടു ഫങ്ഷൻ ഇച്ചിരി അധികം ലേറ്റ് ആയിട്ടുണ്ടായി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എത്തിയപ്പോൾ തന്നെയായിരുന്നു ബ്രൈഡ് എൻട്രി. അപ്പോൾ എന്തൊക്കെയായാലും കല്യാണം കഴിഞ്ഞാലും കഴിയാത്തവരായാലും എല്ലാവർക്കും ഈ ഒരു ബ്രൈഡ് എൻട്രിയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഗൂസ് ബംസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നല്ലൊരു ബോളിവുഡ് സോങ്ങൊക്കെ ഇട്ട് ആളിങ്ങനെ എൻട്രി ചെയ്യണം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. മൊത്തത്തിൽ ഡെക്കറേഷനും ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായി. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു കേട്ടോ കല്യാണമൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നേരെ നമ്മുടെ ക്ലാസ്സിലുള്ള കുറച്ച് പേരുണ്ടായി. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു. കുറച്ച് പേര് അവിടെ സംസാരിച്ചിരുന്നു. കുറേ നാൾക്ക് ശേഷമോട്ട് ഞാൻ ഇവരെ കാണുന്നത്. കുറച്ച് പേർക്ക് എൻ്റെ മാരേജിനുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരാൾ പുറത്തായിരുന്നു, ഇപ്പോൾ നാട്ടിലെത്തിയത്. അങ്ങനെ എല്ലാവരും കണ്ടു. കുറച്ച് നേരത്തിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഭയങ്കര റഷ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ളൊരു മാരേജ് ഫങ്ഷനായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. നല്ല ഫുഡായിരുന്നു, പറയാനുള്ളത് നല്ല ഫുഡായിരുന്നു. അതുപോലെ തന്നെ എല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മട്ടൻ ബിരിയാണി ആയിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായി, അച്ചാർ, സാലഡ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാരിച്ച് കുറേ നേരം ഇങ്ങനെ ഇരുന്നൊക്കെയാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ നേരത്തെ പറഞ്ഞിട്ട് തിക്ക് തിരക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരുന്നു ഇവർ മാനേജ് ചെയ്തിരുന്നത്. അത് തന്നെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ചില സ്ഥലത്തൊക്കെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ തിക്കും തിരക്ക്, ഇടി, ബഹളം, കസേരക്ക് വേണ്ടി ഇടി, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക മാനേജ്മെൻ്റ് ആയിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ച് എഴുന്നേറ്റത്. എഴുന്നേറ്റതിന് ശേഷം അവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പാലട പായസം ഉണ്ടായി. പിന്നെ ഡെസേർട്ട്സ് ആയിട്ട് പേസ്ട്രി, ടെൻഡർ കോക്കനട്ട് പുഡിങ്, ഐസ്ക്രീം, ജിലേബിയൊക്കെ ലൈവായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു. നേരെ നമ്മളിനി ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു ഫോട്ടോ എടുക്കൽ സെഷൻ ഉണ്ട് ഞങ്ങളുടെ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പോസ്റ്റ് അടിച്ചു അവിടെ കുറച്ചധികം നേരം. അങ്ങനെ നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയത്. അങ്ങനെ നമ്മൾ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ കണ്ടു. നേരത്തെ പറഞ്ഞിട്ട് മാഷാ അല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചൂട് തൊട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു, സംസാരിച്ചിരുന്നു. അങ്ങനെ കുറേ നേരം ഒരു അരമണിക്കൂറോളം അവിടെ പുറത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു. കാരണം ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് എല്ലാവരും കാണുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. കുറച്ച് പേർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു നമ്മൾ. പിന്നെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി. അവരുടെ ടൈമായി. പിന്നെ ഞാനും പയ്യെ ഇറങ്ങാമെന്നുള്ളൊരു ഇതിലായിട്ടോ. കാരണം അത്യാവശ്യം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് ഹാപ്പിയായി. അപ്പോൾ ഇവർ 3 പേരും അൺഎക്സ്പെക്റ്റഡായിട്ട് ബ്ലൂ ഷെയ്ഡായിരുന്നു ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ 3 പേരുടെയും കുറച്ച് പോർട്രേറ്റ്സ് ഇടുന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് നിൽക്കണതാണല്ലേ അവർ 3 പേരും കേട്ടോ. അപ്പോൾ ഈ ടീംസ് പോവുകയാണ്. അവർക്ക് പോകേണ്ട എന്തോ ഒരു ആവശ്യം ഉണ്ടായി. അപ്പോൾ അത് കാരണം ഇവർ 4 പേരും ഇറങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ 4 പേരും ഒരുമിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ വന്നത്. അപ്പോൾ 4 പേരും ഇറങ്ങിയാണ്. പിന്നെ ഞങ്ങൾ ഇത്രയും പേരേ ഉണ്ടായുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇവർക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ഒരു 10 മിനിറ്റോളം പിന്നെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. എന്നിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് മെട്രോക്ക് വന്നിട്ട് ഊബറിനാണ് വന്നേ. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ പോകാമെന്ന് കരുതിയത്. അപ്പോൾ അങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ദെൻ എല്ലാവരും പോവേണം. അപ്പോൾ പോണതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. കാരണം
കുറച്ചൊരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തുല്ലോ. നല്ല വെയിലായിരുന്നു. അപ്പോൾ പോയി ബോട്ടിൽ വാട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അത് പോയി എടുത്തിട്ട് കുടിച്ചിട്ട് നമുക്ക് പോകാമെന്നുള്ള രീതിക്ക് നമ്മൾ നേരെ ഹോളിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരാൾ അവിടെ വെച്ച് തന്നെ പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോളിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഹോളിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോഴത്തേക്കും ഒരുമാതിരി എല്ലാവരും പോയിട്ടുണ്ടായി. കാരണം ഒരു 1:30-2 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോഴത്തേക്കും എല്ലാവരും അത്യാവശ്യം തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂം സ്റ്റിൽ ഫോട്ടോ സെക്ഷൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ആൾ തന്നെ ഒരു ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്തെന്ന്. അവൾ തന്നെ ഒരു ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്തെന്ന്. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമായിട്ട് കാണുന്നത്. അവൾ പുറത്തായത് കാരണം എൻ്റെ കല്യാണമൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് നേരെ ഒരു ഊബർ പിടിച്ചു. ദെൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വിശേഷം, ഒരു ചെറിയ കല്യാണ വിശേഷം എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബൈ.